അമ്മേ എന്തൊക്കെയുണ്ട് വാർത്ത? എന്ത് പറയാനാടാ അമ്പാടി. മുൻകാല LDF സർക്കാരിനെ വെട്ടിലാക്കി PK ശ്രീമതിയുടെ ഒരു നാക്കുപിഴ സംഭവിച്ചു. സ്വാഭാവികം. ഈ 9 മണി എന്ന് പറയുന്ന സമയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പോകുമ്പോ യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കാണ് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. വിവരക്കാരുടെ ഒരു തെറ്റൊന്നുമല്ലോ, അത് വിവരമുള്ള നമ്മൾ വേണ്ടേ ക്ഷമിക്കാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പൊക്കോ പോയി കളിച്ചോ. കാസർഗോഡ് പോകേണ്ടുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തും. ഇവർക്ക് പ്രാന്താടാ. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ടൈം മാറ്റണം. അതിൻ്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എന്റെ അമ്മയെ നാട്ടിച്ച്. ടൈമിംഗ് ഇല്ലല്ലോ ടീച്ചറെ. 9 മണി മുതൽ എന്ന് പറഞ്ഞു. ഇന്നലത്തെ കാര്യം പറഞ്ഞത് ആണോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ 6 മണി മുതൽ ടൈം ഇല്ല, ഏത് സമയത്തും എപ്പോഴും കയറാം. അത് അങ്ങനെയാണെങ്കിൽ അതിന് സോറി, അതെനിക്ക് വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. 9 മണി മുതലെന്ന് ദേശാഭിമാനിയും കൈരളിയും പറഞ്ഞു. അത് മാത്രം വായിക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെയും കുഴപ്പമാണ് കേട്ടോ. ഈ ജോലി ചെയ്യുന്ന സഹോദരിമാർ, യാത്ര ചെയ്യുന്ന സഹോദരിമാരുടെ ഒരാവശ്യവും അവരുടെ നെസസിറ്റി അതൊരു വളരെ അത്യാവശ്യമാണ്. എന്തിനാ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞ? ഞാൻ കഴിഞ്ഞ ആഴ്ച പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോണു സാർ, ഒന്നും തെളിയിക്കാൻ വേണ്ടിട്ടാ. താൻ ഇനി അധികം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകണ്ട. എന്താ സാർ? അടുത്ത ഇലക്ഷനിൽ തനിക്ക് ആര് വോട്ട് ചെയ്യല്ലേ, ഞാൻ തോറ്റുപോകും. ഐ കിട്ട് ഓൺലി സാർ. എന്ന് വെച്ചാ ഇങ്ങനൊന്നും പറയില്ലേ സാർ. അവിടെ ഇരിക്കും. തന്റെ സമയം കഴിഞ്ഞു, അവിടെ ഇരിക്കും.